ഫ്യൂച്ചർ ടെക് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മൊക്കോളോ എന്ന ബ്രാൻഡിൻ്റെ 2 സ്ക്രീൻ ഗ്ലാസ് ആണ്. അതായത് നമ്മുടെ ഐഫോണിന് സപ്പോർട്ടാവുന്ന ഐഫോൺ എക്സ്, അതുപോലെ തന്നെ ഐഫോൺ എക്സ് മാക്സ്, അതുപോലെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഐഫോൺ 11 പ്രോ തുടങ്ങിയ സ്മാർട്ട് ഫോണുകൾക്ക് സപ്പോർട്ടാവുന്ന പ്രീമിയം ക്വാളിറ്റിയുള്ള സ്ക്രീൻ പ്രൊട്ടക്ടറാണ് നമ്മളിത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത്രയും വില കൊടുത്തൊരു സ്മാർട്ട് ഫോണിന് ഒരിക്കലും നമ്മൾ ഒരു നോർമൽ ടൈപ്പ് ചീപ്പസ്റ്റ് ടൈപ്പ് സ്ക്രീൻ പ്രൊട്ടക്ടർ സ്ക്രീൻ ഗ്ലാസ് നമ്മൾ മേടിക്കില്ല. നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ 2 കിടിലം ബ്രാൻഡുകളാണിത്. ഇത് രണ്ടിന് പ്രത്യേകം ഒന്ന് നോർമലാണ്, മറ്റേ നിങ്ങൾക്ക് കാണാം കവേർഡ് പ്രൈവസി എന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാം. ഈ കവേർഡ് പ്രൈവസി എന്ന 3D ടൈപ്പ്, അതായത് പുറത്ത് ഇപ്പോൾ ട്രെയിനിൽ, ബസ്സിൽ, ഇവിടെ നിന്നൊക്കെ ഫോൺ നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾ കാണണ്ട എന്നൊക്കെയുണ്ടെങ്കിൽ നമ്മൾ മാറ്റി പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ നേരെ ഒന്ന് ഫോൺ എടുത്താലും അദ്ദേഹത്തിന് കാണാൻ കഴിയില്ല. ആ ടൈപ്പാണ് ഒന്ന്. മറ്റേ നമ്മളെ നോർമൽ ടൈപ്പ് അല്ല, ഫുൾ കവേർഡ് ടൈപ്പാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടും അൺബോക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നമ്മുടെ ഫോണിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐഫോൺ എക്സ് ഉണ്ട്, ഈ എക്സിലേക്ക് നമ്മളിത് ഇപ്പോൾ ഈ 3D ടൈപ്പാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഫോണിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് രണ്ടും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഇപ്പോൾ ഒരു സ്ക്രീൻ ഗ്ലാസ്. എനിക്ക് കാണാം ഇവർ ചെയ്തു വെച്ച, അതായത് ഇവരുടെ കവറിങ് തന്നെ വളരെ പ്രീമിയം ലുക്കായിരുന്നു. നോക്കൂ, ഇതിൻ്റെ ഉള്ളിലാണ് ഇതിപ്പോൾ അതിൻ്റെ അക്സസറീസാണ്. അതായത് നമ്മൾ ഇത് സ്ക്രീന് നമ്മുടെ ഫോണിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതിൻ്റെ ബാക്കിൽ നൽകിയിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഫുൾ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയ രൂപത്തിലാണ് ഇവർ ഇത് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സ്ക്രീൻ ഗ്ലാസ്. ഇതിൻ്റെ പാക്കിങ് തന്നെ വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാക്കിങ്. ഇത് 2 ടൈപ്പ് സ്ക്രീൻ ഗ്ലാസ് ഉണ്ട്. ഒന്ന് എൻ്റെ കയ്യിലും മറ്റേത് ബാക്കിൽ യൂസ് ചെയ്യാനാണ്. ഓക്കെ, സ്ക്രീൻ ഒരു സ്ക്രാച്ചിങ് വ്യാക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കവറിലാണ് സ്ക്രീന് അവർ നൽകിയിട്ടുള്ളത്. ഇതിലെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് സ്റ്റിക്കാണ്, അതുപോലെ തന്നെ നമ്മളെ സ്ക്രീന് ക്ലീൻ ചെയ്യാനുള്ളുണ്ട്. അതെ, ആ ലിക്വിഡും ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു പാക്കിംഗ് ആയി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ എല്ലാ ഇൻസ്ട്രക്ഷനും ഉണ്ട്. ആ സ്റ്റിക്ക് വരെ നമ്പർ വൈസിലാണ് അവർ ഇട്ടുന്നത്, 1 2 3 4 എന്ന്. അതായത് ഫസ്റ്റ് ഏതെടുക്കണം, 1 എടുക്കുക, 2 എടുക്കുക, 3 എടുക്കുക. അത്രയും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻ അവർ ഇതിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി നമുക്ക് 3D ടൈപ്പ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇതിന് കവറിങ് തന്നെ മുതലാട്ടോ, സൂപ്പറാണ്, കിടിലൻ കവറിങ്ങാണ്. ഇത് കാണുമ്പോൾ തന്നെ അവർക്ക് പ്രീമിയം ടൈപ്പാണെന്ന്, കാരണം ആ കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വാവ്, ഇത് 2 കവറിങ് ആണ്. ഇതൊരു ബോക്സ് ആട്ടോ, ബോക്സ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, വാവ്, സൂപ്പർ. ആ പ്രീമിയം അവരുടെ കവറിങ്ങിൽ തന്നെ അവർ കാണിക്കുന്നുണ്ട്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത് നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വെക്കാനൊരു ഗ്ലാസ് ഒന്നും ഇല്ല, ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെതാണ്. ഓക്കെ, നമുക്കിനി ഇതിലും ഞാൻ പറഞ്ഞ പോലെ മറ്റേ പോലെ തന്നെ അതിൻ്റെ സ്ക്രീൻ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ബാഗ്. ഇതും സൂപ്പറാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ അക്സസറീസ് കാര്യങ്ങളൊക്കെ, ലിക്വിഡും അതുപോലെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 3D ഗ്ലാസ് ഒന്ന് നോക്കാം. 3D ഗ്ലാസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഒരു 3D എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്മേ. ഐഫോൺ എക്സ്. ഓക്കെ, ഇതാണ് 3D. മുകളിൽ 3D
ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ഫോണിൻ്റെ ബാക്കിൽ വെക്കാനുള്ള ഒരു ചെറിയൊരു സാധാ നോർമൽ ടൈപ്പ് ഒരു കവർ കിട്ടി. ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് എൻ്റെ ഐഫോൺ എക്സുമേ അപ്ലൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്കൊന്ന് വളരെ സിമ്പിളാണ്. ഏറ്റവും നമുക്കൊന്ന് ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. എങ്ങനെയാണ് നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ വെറുതെ ഷോപ്പിൽ പോയി കണ്ട് അവർക്ക് അതിൻ്റെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈനായിട്ട് മേടിച്ച് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആദ്യം നമുക്ക് ഇതിൻ്റെ അക്സസറീസ് ഉള്ളിലുള്ള ലിക്വിഡും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തെടുക്കണം. ഫസ്റ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് എടുത്തിട്ട് നമ്മുടെ ഫോൺ മാക്സിമം ക്ലീൻ ചെയ്യുക, സ്ക്രീന് ക്ലീൻ ചെയ്യുക. ഒരു സ്ക്രീൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നൊന്നും ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും പൊടികളും കാര്യങ്ങളൊക്കെ വരാൻ വളരെ ചാൻസാണ്. നമ്മളൊരു റൂമിൽ, അതുപോലെ തന്നെ റൂമിൽ ഫാന് ഇടാതിരിക്കുക, അല്ലാത്ത സ്ഥലത്ത് ഫാനൊന്നും ഇടാതിരിക്കുക ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. ഇതിൻ്റെ ആ ലിക്വിഡ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഒരു ടവലുണ്ട്, ഇത് പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്ക്. ഈ സ്റ്റിക്കിൽ കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞ 1 2 3 4 ഓരോ അവർ അതിന് ഇൻസ്ട്രക്ഷനും എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ. ഓക്കെ, നമ്മുടെ ഫോൺ ആദ്യം നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ ഈ ലിക്വിഡ് ആദ്യം ഓപ്പൺ ചെയ്യുക. അതിലൊരു ടിഷ്യൂ പോലെ, നിങ്ങൾക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ടിഷ്യൂ പോലെ ഒരു പേപ്പർ ടൈപ്പ് ഉണ്ടാവും. അതിൻ്റെ ലിക്വിഡ് അടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ മാക്സിമം നമ്മുടെ ഫോണ് സൈഡ് അടക്കും. കാരണം ഇത് 3D ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ സൈഡിലോട്ടും ഇതിൻ്റെ ഗ്ലാസ് വരുന്നതാണ്. അപ്പോൾ മാക്സിമം ക്ലീൻ ചെയ്യുക. നമ്മൾ ടൈം എടുത്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്രീൻ നമ്മൾ പൂർണ്ണമായി ഇപ്പോൾ വൃത്തിയാക്കി. ഇനി നമ്മൾ ഈ ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് തുടക്കുക. അതായത് നമ്മൾ ആ ലിക്വിഡ് ചിലപ്പോൾ ഇതിലുണ്ടാവും സ്ക്രീനുമേ, അപ്പോൾ അതൊക്കെ പോകാനും ശരിക്ക് ഒന്നും കൂടെ ഇതുകൊണ്ട് തുടക്കുക. നല്ല ഒന്ന് അത്യാവശ്യം പ്രസ് ചെയ്ത് നമ്മൾ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്യുക. നമ്മുടെ ഫോണുമ്പോൾ ഒന്നും ഉണ്ടാവരുത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റിക്കാണ്. അതായത് സ്റ്റിക്ക് ആവശ്യം ഉണ്ടാവും. കാരണം നമ്മുടെ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ വന്ന് വീയും, ഡസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ കൈ സ്ക്രീനിലേക്ക് തട്ടാതെ നമ്മൾ പതുക്കെ ടച്ച് ചെയ്തെടുക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതുപോലെ തന്നെ സൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് നമുക്ക് ഒരുപാട് സ്റ്റിക്ക് അവർ നൽകിയിട്ടുണ്ട് ഇത് ചെയ്യാൻ. എന്നിട്ട് അതായത് നമ്മുടെ സ്ക്രീന് വെക്കുന്നത് വരെ ഒന്നും കാണരുത് അതിൽ. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശരിക്ക് നോക്കുകയും വേണം നമ്മുടെ സ്ക്രീൻ കാർഡ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. കാരണം സ്ക്രീൻ കാർഡ് ഒരു തവണ അപ്ലൈ ചെയ്തുകൊണ്ട് വീണ്ടും എടുത്ത് അത് വീണ്ടും ക്ലിയർ ആവും, പക്ഷേ അത് ഒരു പെർഫെക്റ്റ് അല്ല. ബെറ്റർ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ടൈം എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം വളരെ കരുതലോടെ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ 3 സ്റ്റേജും കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ സ്ക്രീൻ ഗ്ലാസ് എടുത്ത് ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന്. ഞാനിപ്പോൾ സ്ക്രീൻ ഗ്ലാസ് എടുത്ത് പതുക്കെ അതിൽ നിന്ന് നമ്മൾ പതുക്കെ എടുക്കണം. അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് എങ്ങനെ നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ടതെന്ന്. ആ സ്റ്റിക്ക് മുകളിൽ നിന്ന് താഴോട്ട് വലിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്രീൻ ഗ്ലാസ്. നമ്മൾ കൂടുതൽ നേരം കൈ പിടിക്കരുത്. കാരണം ആ സ്ക്രീൻ ഗ്ലാസ്സിലേക്ക് ഒരു ഡസ്റ്റും കാര്യങ്ങളും വീഴരുത്. അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മൾ വെക്കുക. പിന്നെ കമത്തി പിടിക്കണം എപ്പോഴും. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ആദ്യം മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നിട്ട് പതുക്കെ താഴെ കറക്റ്റ് ആ പൊസിഷനും ക്യാമറൻ്റെ പൊസിഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ടൈം എടുത്ത് ചെയ്യണം. കാരണം ഒരു തവണ അപ്ലൈ ചെയ്താൽ പിന്നെ എടുക്കരുത്. ജസ്റ്റ് നമ്മളൊന്ന് അത് വെച്ചതിന് ശേഷം ഒന്ന് ഓട്ടോമാറ്റിക് ഒന്ന് അമർത്തി കൊടുത്താൽ അത് ഫുള്ള് കറക്റ്റാവും. അതിൻ്റെ ഉള്ളിൽ ഒന്നും വരരുത്, ഡസ്റ്റും കാര്യങ്ങളൊന്നും വരരുത്. അത് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അപ്പം തന്നെ താഴത്തുനിന്ന് മുകളിലോട്ട് പൊന്തിച്ച് കണ്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഫുള്ള് എടുക്കേണ്ട. നമ്മൾ ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ വെച്ചാൽ അതിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ഒന്നുമില്ല, കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ടവൽ ഉപയോഗിച്ച് വീണ്ടും നല്ല അപ്ലൈ ചെയ്യുക. 4 സൈഡും നല്ല ശരിക്കും അപ്ലൈ ചെയ്തതിന് കേട്ടോ. നിങ്ങൾക്ക് കാണാം, അപ്പോൾ സൈഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, കണ്ടല്ലേ?
അപ്പോൾ ഈ സൈഡിലുള്ളവർക്കൊന്നും കാണാൻ കഴിയില്ല. വളരെ കണ്ടോ, സ്ക്രീൻ ഓഫായ പോലെ ആയിരിക്കും ഇപ്പോൾ നമ്മുടെ സൈഡിലുള്ളവർക്കൊക്കെ. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളവർക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണും. പക്ഷേ എനിക്കൊരു കാര്യം പറയുള്ളത്, ഞാൻ ഈ 3D ഗ്ലാസ് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അതായത് ഐഫോണിൻ്റെ സ്ക്രീനിൻ്റെ ആ ക്വാളിറ്റി കുറച്ച് കുറയുന്നതാവും. കാരണം സ്ക്രീൻ പ്രൊട്ടക്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ പെർഫെക്റ്റ് പിക്സലിൻ്റെ ക്വാളിറ്റി വളരെ കുറഞ്ഞുകൊണ്ടായിരിക്കും ഇത് കാണിക്കുക. ഈ 3D ടൈപ്പ് കവേർഡ് പ്രൈവസി നമ്മൾ ഉപയോഗിക്കേണ്ടവർക്കായത് അത് നമ്മളൊരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാൻ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് തന്നെ നമ്മുടെ സ്ക്രീൻ വളരെ മാറ്റം വരും. അതായത് നമ്മുടെ ഐഫോണിൻ്റെ സ്ക്രീനിൽ ഒരു ലോ ക്വാളിറ്റി സ്ക്രീനിലേക്ക് മാറിയ പോലെ നമുക്ക് തോന്നും. കുറച്ച് കണ്ട് ഒന്ന് കുറഞ്ഞ പോലെ നമുക്ക് തോന്നും. പക്ഷേ വളരെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷനാണ് മറ്റുള്ളവരുടെ എപ്പോഴും മറ്റുള്ളവരുടെ ഇടയിൽ കൂടുതലും ചിലവഴിക്കുന്നവർക്കാണെങ്കിൽ ഇത് ബെറ്ററാണ്. അല്ലെങ്കിൽ ഈ ഞാൻ കാണിച്ചു തന്ന ഈ നോർമൽ ടൈപ്പ് കീഡുമാണ്. സാധാരണ ഞാനിപ്പോൾ 3 ഗ്ലാസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഗ്ലാസ്സാണ് എനിക്കിപ്പോൾ കിട്ടിയത്. ടച്ചിങ് ഒക്കെ വളരെ സ്മൂത്താണ്. മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എനിക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.